ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് BDF ആണ്, ബീഫ് ഡ്രൈ ഫ്രൈ. നമ്മുടെ കേരളത്തിന്റെ കേരള സ്റ്റൈൽ അല്ലേ? അപ്പൊ കേരള സ്റ്റൈൽ BDF കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള BDF ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഓക്കെ, ബാ. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ പീസാക്കിയിട്ട് വാങ്ങണം കേട്ടോ. എന്നാലും നമുക്ക് ആ കട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു നീള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ 1 കിലോ ബീഫ് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്ത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. അടുത്തത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം, ഒരു 250 ml കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നല്ല കൊണ്ട് മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്ര വെള്ളം മതി. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിൽ ഇതൊന്ന് വെള്ളം ഇറങ്ങും, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം ഇത്ര വെള്ളം മതി. അപ്പം ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. മൊത്തം നമുക്ക് 5 വിസിലാണ് വേണ്ടത് കേട്ടോ. 5 വിസിലാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും, ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിലും. പിന്നെ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ബീഫൊക്കെ വേവിച്ചതാണല്ലോ. നല്ല ചൂടൊക്കെ ആറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് പീസാക്കണം കേട്ടോ. ഓവർ നൈസ് പീസാക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇളക്കുമ്പോഴേ പൊട്ടിപ്പോവും. അതാ കണ്ട ഈ ലെവൽ ഇത്ര ആക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ബീഫ് വാങ്ങുമ്പോൾ പറഞ്ഞു വാങ്ങണം. അങ്ങനെ BDFനാണ് ഉണ്ട്, അപ്പോഴാണ് അവർ ഇങ്ങനത്തെ പീസ് തരും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കേട്ടോ. കോൺഫ്ലവർ പൊടി ഇല്ലാത്തവർ മുട്ട ചേർത്താലും മതി. ഒരു 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കേട്ടോ, മുളക് ചതച്ചത്. ഇത് ചേർത്തണം നിർബന്ധമില്ല, ചേർത്തി കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ കേട്ടോ. കാരണം നമ്മൾ വേവിക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ കുറച്ചിട്ടായി. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കേട്ടോ. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ. നല്ല ഫ്ലേവർ, നല്ലൊരു മണമായിരിക്കും. ഒരു 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് ഇല്ലാത്തവർ വിനീഗർ ഒഴിച്ചാലും മതി. ബീഫ് വേവിച്ച സ്റ്റോക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഇതിട്ടിട്ട് വേണം ഇളക്കാൻ. നല്ല മിക്സ് ചെയ്യട്ടോ. ഇട്ടാൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ വേണ്ട ഈ പരുവത്തിലാവും. ഇത്ര പാടുള്ളൂ. ഓവർ വെള്ളം പോലെ ആയതുണ്ടല്ലോ അതിൻ്റെ മേലെ ഒട്ടില്ല. ഉപ്പില്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇടണം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടു, ഇപ്പോൾ കുറച്ച് കമ്മിയായിരിക്കും.
അത് നോക്കിയിട്ട് ഇടുക കേട്ടോ. ഈ പരുവാകുമ്പോൾ നമ്മൾ ഇനി ബീഫ് ഇട്ട് ഇളക്കണം കേട്ടോ. ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഇളക്കാം. ഇളക്കുമ്പോൾ നല്ല അമർത്തി ഇളക്കരുത്, കാരണം അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ലോ ടു ഹൈ, അതിൻ്റെ ഇടയിലുള്ളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓവർ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതും ഇളക്കി കൊടുക്കരുത്. ഇട്ടതും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഇതൊന്ന് വിട്ടുപോകും. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി മറച്ചിട്ട് കൊടുക്കാം. കണ്ട മസാലയൊക്കെ പോവാതെ കണ്ട അങ്ങനെ വേണ്ട കേട്ടോ. സമയത്ത് ഒരു 2 പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കരിവേപ്പില കേട്ടോ. മൊത്തം ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 4 മിനിറ്റ് കേട്ടോ. അതിൻ്റെ മേലെ ഇത് കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്ത റബ്ബർ പോലെ ആയിപ്പോവും. ഓക്കെ. അപ്പോൾ BDF ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല സൂപ്പറായി വന്നത്. അപ്പം നീ പറയുന്നുണ്ടോ? അപ്പോൾ ഇതാ നമ്മുടെ BDF റെഡി ആയിട്ടാ. ബീഫ് ഡ്രൈ ഫ്രൈ. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ നാരങ്ങ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ചൂടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 സാധനം. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.